ആക്ച്വലി താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളയാണ്. ഇതിനകത്ത് നട്ട ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടിടുകയായിരുന്നു ചെയ്തത്. ഇവിടെ കൃഷിയൊന്നും നടക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. ഇപ്പൊ 2 വർഷം ആകുമ്പോഴത്തേനും ആക്ച്വലി ഇത് ഫുള്ളായി കംപ്ലീറ്റ് ആയി. പിന്നെ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ സീഡ് മേടിച്ചിട്ട് മുളപ്പിച്ചെടുത്ത സാധനം. അത് നമുക്ക് പോട്ടിൽ ഉണ്ടാവില്ല. ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് പോട്ടിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. നമസ്കാരം. ഞാനിന്ന് പ്രേക്ഷകരെ മനോഹരമായൊരു താമരപ്പാടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം പൊയിൽക്കാവിനടുത്ത് കലപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വയലിൽ മനോഹരമായൊരു താമരപ്പാടം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ടും 2 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തുകാരിയായ ഒരു യുവതിയാണ് ഇവിടെ ചില താമര വിത്തുകൾ ഇട്ടുപോയത്. അതിനുശേഷം പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ മനോഹരമായൊരു താമരപ്പാടമായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ആരാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വിത്തിട്ട് ഇത്തരത്തിലൊരു താമരപ്പാടം സൃഷ്ടിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാദൃച്ഛികമായി നമുക്ക് ആ വിത്തിട്ട വ്യക്തിയെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ആ വിത്തിട്ട വിജി എന്ന് പറയുന്ന ചേച്ചി നമ്മളോടൊപ്പം ചേരും. നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം എന്താണ് ഇത്തരത്തിൽ ഒരു താമരപ്പാടം സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിറകിലെ കഥ എന്നുള്ളത്. ഇപ്പം നമ്മളോടൊപ്പം ഇപ്പോൾ വിജി ചേച്ചി ഉണ്ട്. ചേച്ചി ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അവർ അന്വേഷിക്കുന്നത് ആരാണ് ഇവിടെ ഇത്തരത്തിൽ മനോഹരമായി ഒരു താമരപ്പാടം ഉണ്ടാവാൻ കാരണക്കാരിയായിട്ടുള്ള ആരാണ് എന്നാണ് അന്വേഷിക്കുന്നത്. സത്യത്തിൽ ചേച്ചിയാണ് ഇവിടെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു വിത്തിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ് ചേച്ചി, എന്താണ് അന്ന് ഇത് ചെയ്യാനുള്ളത്? എന്താന്ന് വെച്ചാല് ഞാൻ വീട് വെച്ചത് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ കുറേ ഹൈബ്രിഡ് താമരകൾ മേടിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനെ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വിത്തുകളും മേടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെടി എടുക്കാൻ വേണ്ടി ഈ പാടത്താണ് വന്നത്. അന്ന് പോട്ടിംഗ് മിക്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ വിത്തിൽ മുളച്ച താമര അങ്ങനെ എൻ്റെ പോട്ടിൽ ഉണ്ടാവുന്നില്ല. ഹൈബ്രിഡ് മാത്രമേ ഈ പോട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നട്ട ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടിടുകയായിരുന്നു ചെയ്തത്. പിന്നെ വന്നിട്ട് ഞങ്ങൾ 1-2 തവണ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് ഒരു ചെടി ഉണ്ടായി. പിന്നെ കുറച്ച് അപ്പുറത്ത് കുറച്ച് നല്ലോണം വേറെ ഉണ്ടായി, അങ്ങനെ കണ്ടു. അപ്പോൾ ഇത് ഒരു കളയാണ്. ആക്ച്വലി താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളയാണ്. അത് വളരെ വേഗം പാടത്തുണ്ടാവുകയും പിന്നെ പാടമൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃഷിയൊന്നും നടക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇത് ആരെ പറമ്പാണെന്ന് അറിയില്ല, പിന്നെ അതൊരു വലിയ പ്രശ്നമാവോ അങ്ങനെ ഒരു കള കൊണ്ടിട്ടെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നോക്കില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇതുവഴി വരുമ്പോൾ നമ്മൾ നോക്കും എവിടെ എത്തിയെന്ന്. പക്ഷെ വളരെ ഫാസ്റ്റായിട്ടായിരുന്നു അതിൻ്റെ വളർച്ച. അപ്പോൾ പ്രത്യേകിച്ച് നല്ല വളക്കൂറുള്ള മണ്ണാണ്, ഒരു കൃഷിയൊന്നും നടക്കാത്ത സ്ഥലമല്ലേ. പിന്നെ താമരയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. ഇപ്പോൾ 2 വർഷം ആകുമ്പോഴത്തേനും ആക്ച്വലി ഇത് ഫുള്ളായി കംപ്ലീറ്റ് ആയി. പിന്നെ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ അതാ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത് ഹൈബ്രിഡ് താമരയാണ്? ഇത് ഹൈബ്രിഡ് അല്ല, ഇത് നാടൻ വെറൈറ്റിയാണ്. അത് ഞാൻ ഓൺലൈനിൽ സീഡ് മേടിച്ചിട്ട് മുളപ്പിച്ചെടുത്ത സാധനം. അത് നമുക്ക് പോട്ടിൽ ഉണ്ടാവില്ല. ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് പോട്ടിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഇത് നമുക്കിങ്ങനെ ചെടി നിൽക്കുകയെന്നല്ലാതെ പൂവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനതെടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടിട്ടത്. പിന്നെ അതുപോലെ ഞങ്ങളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ, ഇതിന് തൊട്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങളിപ്പോൾ ഹൈബ്രിഡ് കൊണ്ടിട്ടിട്ടുണ്ട്. നന്നാവുമെന്ന് അറിയില്ല. തൊട്ടപ്പുറത്തെ പറമ്പും ഇതുപോലെ താമരപ്പാടമാക്കാനുള്ള ശ്രമത്തിലാണ്. അതെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ടെന്നാണ്. അവരോട് ചോദിച്ചിട്ടുണ്ടോ? പെർമിഷൻ മേടിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഏതായാലും അന്ന് ചെയ്തത് നല്ല കാര്യമാണ്, അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡും കൂടി ഇട്ടാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്ന് നട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് പിന്നെ ഇതിന് പറയാം നമ്മൾ ട്യൂബേഴ്സ് എന്നാണ് പറയാം. ട്യൂബറാണ് ഇട്ടത്. അപ്പം ട്യൂബർ ഇനി അത് മുളച്ച് കാണുമായിരിക്കും. പക്ഷെ ഇത് വൺസ് ഒരു ചെടി പിടിച്ചാൽ മതി, പിന്നെ പെട്ടെന്ന് വളർന്ന് കാടായിക്കോളും. വീട്ടിലുണ്ടോ ഇപ്പോഴും താമരയുണ്ട്? വീട്ടിലുണ്ട്. വീട്ടിലുള്ളത് 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് അതിൻ്റെ പേരൊക്കെ ഞാനിപ്പം മറന്നു. പക്ഷെ 6 ഒരു 7ഓളം പോട്ടിൽ ഞാനിപ്പോൾ നടുന്നുണ്ട്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളാണ് കോഴിക്കോടിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ താമരപ്പാടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ അറിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നിരവധി ആളുകളുണ്ടായിരുന്നു. എന്തൊക്കെയാലും നമ്മൾ ഈ താമരപ്പാടത്തേക്ക് ഇറങ്ങുന്നില്ല, ഇവിടെ നിന്ന് താമരകൾ നമ്മൾ പറിച്ചെടുക്കുന്നില്ല. നിരവധി ആളുകൾ ഇവിടുന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു. ഭംഗിയുള്ളതെല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ, ആളുകൾ കണ്ട് ആസ്വദിക്കാനുള്ളതാണ് ഈ താമരപ്പാടം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇറങ്ങാനോ ഇത് പറിച്ചെടുക്കാനോ ഒന്നും തന്നെ മുതിരുന്നില്ല. മാത്രമല്ല ഇതൊരു വയലാണ്, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നതും അത്ര കണ്ട് സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ വയലിലേക്ക് ഇറങ്ങുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് റോഡരികിൽ നിൽക്കാം, ഈ കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം, ഫോട്ടോ എടുക്കാം, എല്ലാം മടങ്ങാം.
എന്നാൽ താമര പറിച്ചു കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ വയലിലേക്ക് സുരക്ഷിതമല്ലാതെ ഇറങ്ങുന്നതൊന്നും അത്ര ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാന്യ പ്രേക്ഷകർ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.